Hi friends, Assalamu alaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ട്ടോ. എന്നാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിന്റെ പാറ്റേൺ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു 3 കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. എന്നിട്ട് നമ്മളിതാ നീഡിൽ ത്രെഡ് കോർത്തിട്ട് അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 6 strands തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വലിയ റൗണ്ടുകളൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും നമ്മൾ ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിതാ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നമ്മൾ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ചെറിയ റൗണ്ടുകളൊക്കെ ഇതേപോലെ തന്നെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ 2 കളർ ത്രെഡാണ് എടുക്കുന്നത്. ഒന്ന് ഈ ഒരു കളറും അതുപോലെ തന്നെ നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ കൊടുത്ത് ആ ഒരു കളറുമാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതാ നീഡിൽ ത്രെഡ് ഒന്ന് കോർത്തിട്ട് ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതിലുള്ള ഈ 3 നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഈ 2 കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കൊടുത്ത സെയിം കളർ തന്നെയാണ്.
ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ലീഫുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നീഡിലൊന്ന് കോർത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. നമ്മളിത് അതിലുള്ള ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഈ തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഈ ഒരു കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വലിയ തണ്ടുകൾ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ തണ്ടുകൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലുള്ള ഈ വലിയ തണ്ടുകൾ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൽ ഈ കാണുന്ന ലൈൻസിലൊക്കെ നമുക്ക് ഓരോ ലോങ് ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ശേഷം നമ്മളിതാ നീഡിൽ ത്രെഡ് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 6 സ്ട്രാൻഡ്സ് തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതാ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തണ്ടിൻ്റെ അടുത്തുനിന്നായിട്ട് നീഡിലിന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്കിതാ ഈ ഒരു ലൈനിൻ്റെ അറ്റത്തുനിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തി കൊടുത്തിട്ട് തന്നെ നീഡിലിനെ ഒന്ന് കുത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു നീഡിലിൽ ഒരു 10 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. ശേഷം നമുക്കിതാ ഈ ഒരു നീഡിലിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടുക. ശേഷം നമുക്ക് നീഡിലിനെ ഇതുപോലെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടുക. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമുക്ക് ലേസ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലേസ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം.
നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.